53,800 ചതുരശ്ര അടിയിൽ കൊച്ചിയിൽ ഒരുങ്ങുന്നത് ഒരു ബ്രഹ്മാണ്ഡ ഹബ്ബാണ്. കൊച്ചിയുടെ മുഖം തന്നെ മാറാൻ സാധ്യതയുള്ള മെഗാ പ്രോജക്റ്റ്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വേനൽക്കാറ്റോ ഉപ്പുകാറ്റോ മഴയോ നനഞ്ഞ് നശിക്കാൻ ഇന്ത്യ സമ്മതിക്കില്ല. അതിനുള്ള ഉറച്ച ചുവട് വച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ഇന്ത്യൻ വ്യോമയാന ഭൂപടത്തിൽ കൊച്ചിയെ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ഹബ്ബാക്കി മാറ്റാൻ കൊച്ചിൻ ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസ് ലിമിറ്റഡ് ഒരുങ്ങുന്നു. 50 കോടിയുടെ മെഗാ പദ്ധതിയാണ് ഒരുങ്ങുന്നത്. വിമാന അറ്റകുറ്റപ്പണികൾക്കായി കൊച്ചി എയർപോർട്ടിൽ മൂന്നാമത്തെ കൂറ്റൻ ഹാങ്ങറിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. 53,800 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന ഹാങ്ങറിനോട് ചേർന്ന 7,000 ചതുരശ്ര അടിയിൽ പ്രത്യേക ഓഫീസ്, വർക്ക്ഷോപ്പ്, കമ്പോണന്റ് റിപ്പയറിനും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗിനുമുള്ള സൗകര്യം എന്നിവയും ഒരുങ്ങും. 8 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിന് പുറമെ നാഗ്പൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് രാജ്യത്തെ പ്രധാന എയർക്രാഫ്റ്റ് മെയിന്റനൻസ് കേന്ദ്രങ്ങളുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരത്തും MRO സംവിധാനമുണ്ട്. എന്നാൽ റൺവേയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന റൺവേ കണക്ടിവിറ്റി കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണുള്ളത്. വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും അവയുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യം നമ്മുടെ രാജ്യത്ത് അപര്യാപ്തമാണ്. അതിനാൽ രാജ്യത്തെയും വിദേശത്തെയും വിമാന കമ്പനികൾ അറ്റകുറ്റപ്പണികൾക്കും പാർക്കിങ്ങിനുമായി സിംഗപ്പൂർ, UAE, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇതുവഴി കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകുന്നത്. പുതിയ ഹാങ്ങർ യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ ബിസിനസ് കേരളത്തിലേക്ക് ആകർഷിക്കാനും കൊച്ചിയെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന MRO ഹബ്ബായി ഉയർത്താനും സാധിക്കും. പുതിയ പദ്ധതി സംസ്ഥാനത്ത് വലിയ തൊഴിൽ സാധ്യതകളാണ് തുറന്നിടുന്നത്. 400-ലധികം പേർക്ക് നേരിട്ടും 1000-ലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാതൃകയായ കൊച്ചി എയർപോർട്ട് പുതിയ MRO ഹബ്ബ് യാഥാർത്ഥ്യമാകുന്നതോടെ വ്യോമയാന മേഖലയിൽ കൊച്ചിയെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുകയാണ്. നിലവിലുള്ള ഹാങ്ങറുകളിൽ ഒരേ സമയം ഓരോ നാരോ ബോഡി വിമാനത്തിന് മാത്രം അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുമ്പോൾ പുതിയ ഹാങ്ങറിൽ ഒരേ സമയം 2 നാരോ ബോഡി വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതോടെ CIAASLന്റെ MRO ശേഷി ഒറ്റയടിക്ക് ഇരട്ടിയാകുകയാണ്. പുതിയ ഹാങ്ങറിനോട് ചേർന്നുള്ള കവേർഡ് പാർക്കിംഗ് സൗകര്യമാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത. കേരളത്തിൽ ആദ്യമായാണ് വിമാനങ്ങൾക്കായി ഇത്തരമൊരു സംവിധാനം ഒരുങ്ങുന്നത്. 3.5 ലക്ഷം ചതുരശ്രയടി വിസ്തീർണമുള്ള ഈ പാർക്കിംഗ് ഏരിയയിൽ ഒരേ സമയം 13 നാരോ ബോഡി വിമാനങ്ങൾ വരെ സുരക്ഷിതമായി പാർക്ക് ചെയ്യാം. ബിസിനസ് ജെറ്റുകൾക്കും പ്രൈവറ്റ് ഹെലികോപ്റ്ററുകൾക്കും സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ ഈ സൗകര്യം സഹായകരമാകും. ഇനി എന്താണ് എയർക്രാഫ്റ്റ് ഹാങ്ങർ? വിമാനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാനും മെയിന്റനൻസ് ജോലികൾ നിർവഹിക്കാനും ഉപയോഗിക്കുന്ന വലിയ കെട്ടിടങ്ങളാണ് വിമാന ഹാങ്ങറുകൾ. വേനൽക്കാറ്റ്, മഴ, കാറ്റ് തുടങ്ങി കഠിന കാലാവസ്ഥകളിൽ നിന്നും വിമാനങ്ങളെ സംരക്ഷിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഹാങ്ങറുകൾ സാധാരണയായി സ്റ്റീൽ, അലൂമിനിയം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിക്കാറുള്ളത്. വലിയ വാതിലുകളോട് കൂടിയതാണ് ഇതിന്റെ നിർമ്മിതി. വിമാനങ്ങൾ ഈ വാതിലിലൂടെ കയറി വരാനും പുറത്തു പോകാനും കഴിയുന്നതിനായാണ് ഇത് പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്നത്. ഹാങ്ങറുകൾ പ്രധാനമായും വിമാനത്താവളങ്ങളിലും സൈനിക ക്യാമ്പുകളിലും വിമാനം നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളിലും കാണാറുണ്ട്. ചെറിയ ഹെലികോപ്റ്ററുകൾ മുതൽ വലിയ ജംബോ ജെറ്റുകൾ വരെയുള്ള വിമാനങ്ങൾക്കായി വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഹാങ്ങറുകൾ ഉള്ളത് പതിവാണ്. വിമാനത്തിന്റെ സുരക്ഷയ്ക്കും ദീർഘകാല പ്രവർത്തനക്ഷമതയ്ക്കുമായി ഹാങ്ങറുകൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും അവരുടെ ആവശ്യത്തിന് ഹാങ്ങറുകൾ നിർമ്മിക്കുന്നത്. ഇതിലൂടെ വലിയ തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്.